സുഹൃത്തുക്കളെ, ഇൻവെർട്ടർ വെച്ചതുകൊണ്ട് കറണ്ട് ബില്ല് കൂടുമെന്നും മിക്ക ആൾക്കാരുടെ ഒരു സംശയമായിരിക്കും. ആ സംശയമില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. കറണ്ട് ബില്ല് കൂടാൻ ഇൻവെർട്ടറിന് കാരണമാകുന്ന ഘടകങ്ങളുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ബിജു അർജുൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഇന്ന് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു ഇലക്ട്രീഷ്യൻ പറയുന്നു, ഇൻവെർട്ടർ വെക്കുന്നത് കൊണ്ട് നമുക്ക് കറണ്ട് ബില്ല് കൂടില്ല. അങ്ങനെ കൂടണമെന്നുണ്ടെങ്കിൽ ആ ഇൻവെർട്ടറിന് ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ പ്രശ്നങ്ങളോ മറ്റോ ഒക്കെ ആയിരിക്കാം. അതായത് ഇൻവെർട്ടറിൽ വരുന്ന KVA അറിയാലോ. KVA എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെർട്ടറിന്റെ ആ ഒരു കപ്പാസിറ്റി മെൻഷൻ ചെയ്യുന്നത് VA-യിലാണ്, KVA-യിലല്ല. 1050-ന്റെ ഇൻവെർട്ടർ വെച്ചിട്ട് ഒരു 150-നും അല്ലെങ്കിൽ 200-നും മുകളിലോട്ടൊക്കെയുള്ള വലിയ ബാറ്ററികൾ വെക്കുമ്പോഴോ അല്ലെങ്കിൽ താരതമ്യേന AH കുറഞ്ഞ ബാറ്ററികൾ വെക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു കറണ്ട് ബില്ല് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ബാറ്ററി ഡാമേജ് വരികയൊക്കെ ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഒരിക്കലും കറണ്ട് ബില്ല് കൂടില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. പക്ഷേ എന്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് കംപ്ലൈന്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുള്ളതിലും അല്ലാതെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരു ഇലക്ട്രീഷ്യൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് സാധാരണ രീതിയിൽ നിന്നും കൂടി നിൽക്കും, കൂടുതൽ ആവശ്യമായിട്ട് വരും. അത് എന്തൊക്കെ കാരണത്തിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ആ ഇലക്ട്രീഷ്യൻ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബാറ്ററി ഒരു പ്രധാന ഘടകമാണ്. അതിന്റെ ചാർജിങ്, ഡിസ്ചാർജിങ്, അതിന്റെ അപ്പോഴത്തെ കണ്ടീഷൻ, അതെല്ലാം ഒരു ഘടകമാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഇൻവെർട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതിന് അതിനകത്ത് ഒരു പവർ സപ്ലൈയും സർക്യൂട്ട് ബോർഡുകളൊക്കെ ഉണ്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പവർ ആവശ്യമാണ്. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ ഒക്കെ ആണെങ്കിൽ അതിനൊരു 20-30 വാട്ട്സ് മുതൽ ഒരു 50 വാട്ട്സ് വരെയൊക്കെ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം 24 മണിക്കൂറും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു യൂണിറ്റിന് അടുത്തുള്ള വൈദ്യുതി ഒരു ദിവസം ആ ഒരു ഇൻവെർട്ടർ ചെലവഴിക്കുന്നുണ്ട്. അത് വേസ്റ്റ് ആണ്, നമുക്ക് അത് ഉപയോഗമില്ലാതെ പോകുന്നൊരു വൈദ്യുതിയാണ്. പിന്നെ നല്ല ബ്രാൻഡഡ് അല്ലാത്ത അസംബ്ലി ചെയ്തിട്ടുള്ള ഇൻവെർട്ടർ ഒക്കെ ആണെങ്കിൽ ഒരു 50 വാട്ടിന് മുകളിലോട്ട് ഒരു 100 വാട്ട് വരെയൊക്കെ അങ്ങനെ നമുക്ക് പാഴായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതല്ല. അത് ആ ഇൻവെർട്ടറിന്റെ വർക്കിങ്ങിന് വേണ്ടി മാത്രം എടുക്കുന്ന ഒരു വൈദ്യുതിയാണ്. അത് തന്നെ ഒരു 2 മാസത്തെ ബില്ലിൽ വരുമ്പോൾ 60 യൂണിറ്റോളം വ്യത്യാസം വരുത്താൻ കഴിയും. ഈ 60 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 മാസത്തെ ബില്ലിൽ വരുത്തുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എമൗണ്ടിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ടെലിസ്കോപ്പിക് ബില്ലിംഗ് കൂടെ ആകുമ്പോൾ 50 യൂണിറ്റിന്റെ ഒരു ചാർജ് 3 രൂപ 60 പൈസ, അത് കഴിഞ്ഞ് അടുത്ത 50 മുതൽ 100 വരെ അടുത്ത ചാർജ്, ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ചിട്ട് 250 യൂണിറ്റ് കഴിയുമ്പോൾ ഒറ്റ ചാർജാണ് ഈടാക്കുന്നത്. എല്ലാ യൂണിറ്റിനും ഒരേ ചാർജ് ഈടാക്കും. ഈ 8 രൂപ 50 പൈസക്ക് മുകളിൽ കണ്ടാണ് ചാർജ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 60 യൂണിറ്റ് പോലും നമുക്കൊരു പ്രധാന ഘടകം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇൻവെർട്ടർ വെച്ചാൽ കറണ്ട് ചാർജ് കൂടുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കൂടും. ഈ 60 യൂണിറ്റ് പിന്നെ എവിടെ പോകും? അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലെങ്കിൽ ഇൻവെർട്ടറിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിലും അതിന് പവർ വേണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്താൽ മതി, ഒരു 150 AH-ന്റെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1.8 യൂണിറ്റ് തൊട്ട് ഒരു 2.5 യൂണിറ്റ് വരെയൊക്കെ ആവശ്യമായിട്ട് വരും ഒരു ബാറ്ററി ഫുള്ള് ചാർജ് ആവാനായിട്ട്. അതിന്റെ ആ ഒരു ബാറ്ററിയുടെ 100% നമുക്ക് എഫിഷ്യൻസി ഒരിക്കലും കിട്ടില്ല. ഒരു 70% വരെയൊക്കെ നമുക്കത് തിരിച്ചു കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടത് ഒരു 2 യൂണിറ്റ് വരെയൊക്കെ ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് 1.25 യൂണിറ്റ് ഒക്കെ ആയിരിക്കും. അവിടെ തന്നെ നമുക്ക് അത്രയും നഷ്ടമുണ്ട്. പിന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അത്രത്തോളം ബാറ്ററിയുടെ ചാർജിങ് ഡിസ്ചാർജിങ് നടക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വൈദ്യുതി നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തൊക്കെയായാലും നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കറണ്ട് ബില്ല് കൂടും. അത് നമ്മൾ സാധാരണ നമുക്ക് 2000 വന്നിരുന്നതിന്റെ അടുത്ത് അതിലും വലിയൊരു എമൗണ്ട് ആയിരിക്കും പിന്നെ നമുക്ക് വരുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇൻവെർട്ടർ വെക്കാൻ പോകുന്നവരുടെ ഇങ്ങനെ ഒരു ധാരണയും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരിക്കലും കറണ്ട് ബില്ല് കുറയ്ക്കാനല്ല നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നത്, അല്ലെങ്കിൽ ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അതേ കറണ്ട് ബില്ല് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വെക്കരുത്. നല്ല ഒരു വ്യത്യാസം വരും കറണ്ട് ബില്ല്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് കാണുക. ഓക്കെ, താങ്ക് യു.